ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് ഇവിടെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ ചർച്ചയിൽ ഞാൻ അവതാരകനോട് ചോദ്യം ചോദിച്ചതിന്റെ അനൗചിത്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അയ്യപ്പദാസിന്റെ അഭിപ്രായം അറിയാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, ആ ഞങ്ങളിൽ ഞാൻ പെടില്ല. ഓക്കെ, അതോടുകൂടി എൻ്റെ ആ ഭാഗം കഴിഞ്ഞു. ആ ഞങ്ങളിൽ ഞാൻ പെടില്ല. ഇവിടെ അവതാരകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിനീത വിധേയനായ വിദ്യാർത്ഥിയുടെ മനസ്സോടെ PSC പരീക്ഷ എഴുതാൻ വരുന്നത് പോലെ അക്കമിട്ട് മറുപടി മാത്രം എഴുതി വാല്യുവേഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിന് കാത്തു നിൽക്കുന്ന മനസ്സോടെയല്ല ഞാൻ വരുന്നത്. ഞാൻ സംവാദത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ചർച്ചയിൽ ഉള്ളവരുടെ മുമ്പാകെയും ഞാൻ പ്രശ്നങ്ങൾ ഉന്നയിക്കും, അവതാരകനോടും ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു എന്നിരിക്കും. പക്ഷെ അത് മര്യാദയോടുകൂടിയായിരിക്കും. അതിന് മറുപടി വേണമെന്ന് ഞാൻ വാശി പിടിക്കുകയില്ല. അത് സംവാദത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും എന്നോട് യോജിച്ചു കൊള്ളണമെന്നില്ല. അതാണ് എൻ്റെ രീതി എന്ന് പറയാൻ ഇത് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അത് ശരിയായ നടപടിയല്ല എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഞാൻ മാനിക്കുന്നു. പക്ഷെ അത് വിധി കൽപ്പിക്കാൻ നമ്മൾ ആരും ആളല്ല എന്നുകൂടി പറയട്ടെ. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു കോടിയേരിയുടെ മകനെ സംബന്ധിച്ച്. അതിൽ ആദ്യം പറഞ്ഞ കുറെ സമരരംഗത്തെ കേസാണ്. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് SFI പ്രവർത്തകനായിരുന്നു. ആ സമയത്തുള്ള കേസുകളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ഈ ചർച്ച കാണുന്നവർ വിലയിരുത്തട്ടെ. ഞാൻ കൈ ഉയർത്തിയത് അതിനിടയിൽ അദ്ദേഹം ഒരു കളവായ കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു പാർലമെന്റ് അംഗമാണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, എന്നെക്കാളൊക്കെ ഒരുപാട് അനുഭവ പരിചയമുള്ള ആളാണ്. അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നത് ഉചിതമല്ല. അദ്ദേഹം പറഞ്ഞത് പോലീസ് ജീപ്പിൽ നിന്നും ബിനീഷ് കോടിയേരി വന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അതിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഇപ്പൊ അയച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്ക് ആ ചിത്രം ഒന്ന് കാണണം. ഞാൻ ഈ ചർച്ചയുടെ മുൻപാകെ പറയുന്നു, ആ ചിത്രം എനിക്കൊന്ന് കാണണം. അടുത്ത റൗണ്ട് അദ്ദേഹത്തിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ആ കൈവശമുള്ള ചിത്രം അവതാരകനൊന്ന് അയച്ചു കൊടുത്ത് അതൊന്ന് പ്രദർശിപ്പിക്കാൻ തയ്യാറാവണം. ഇങ്ങനെ കള്ളം പറയരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, എനിക്ക് ആ ചിത്രം കാണണം. എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റി കോളേജിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ, പെൺകുട്ടികൾ ഉൾപ്പെടെ പോലീസ് കയറി അടിച്ച് ശരിപ്പെടുത്തുന്ന സമയത്ത് പ്രിൻസിപ്പളിന്റെ അനുവാദമില്ലാതെ കയറിയപ്പോ മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ വീണ് 1-2 കുട്ടികളുടെ കാലൊടിഞ്ഞപ്പോ ഞങ്ങളെല്ലാം ഉണ്ട് തിരുവനന്തപുരത്തെ AKG സെന്ററിൽ നിന്ന് ആ സമയത്ത് സഖാവ് കോടിയേരിയും ഓടിയെത്തി പ്രിൻസിപ്പളോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇവര് വന്നത്? അല്ല എന്ന് പറഞ്ഞു. എങ്കിൽ അവരോട് പുറത്തു പോകാൻ പറയണം പോലീസിനോട്. ഇതാണ് ഇടപെടൽ. അതും ബിനീഷ് കോടിയേരിയുമായിട്ട് എന്ത് ബന്ധം? ഈ സംഭവത്തെ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങ് വക്രീകരിച്ച് പറയുകയാണോ? അത് മര്യാദയാണോ? അത് മര്യാദയല്ല എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ സെക്കൻഡ് ശ്രീ സ്വരാജ്, ഞാൻ താങ്കളുടെ അനുമതിയോടുകൂടി ആ കാര്യത്തിൽ തീർപ്പുണ്ടാക്കാം. ഒരു സെക്കൻഡ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതിനെന്താണ് മറുപടി? അദ്ദേഹത്തിന് ആ ഫോട്ടോ കാണണം. ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഇതിന്റെ ഡേറ്റാസുമായിട്ടല്ലല്ലോ വരുന്നത്. ചർച്ചയിൽ വരുമ്പോ ചർച്ചയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. താങ്കൾ ആദ്യ റൗണ്ടിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട്, അത് തരാമെന്നല്ലേ? അത് അയക്കാം, അത് തരാമെന്നല്ലേ താങ്കൾ പറഞ്ഞത്? അതിനല്ലേ താങ്കൾ ഇപ്പൊ മറുപടി പറയേണ്ടത്? എന്ന് മാത്രമല്ല, താങ്കൾ തുടക്കത്തിൽ എന്തിനാണ് ശ്രമിച്ചത്? ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോ എന്ന് പറഞ്ഞ് താങ്കൾ കോടിയേരിയും മകനെ ആക്രമിക്കുക തന്നെയല്ലേ ഫലത്തിൽ ചെയ്തത്? അതുകൊണ്ട് വേണ്ടി വരാൻ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, ഞാൻ മറുപടി പറഞ്ഞു. എനിക്ക് അവസരം തരൂ. നോക്കൂ, ഞാൻ പറയട്ടെ. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, പാർലമെന്റ് അംഗമാണ്. ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് അപമര്യാദയായ ഒരു വാക്കുപോലും ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിനും അങ്ങനെ ആക്ഷേപം ഉണ്ടാവില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വെല്ലുവിളിച്ചിട്ടുമില്ല. ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നില്ല, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. ഇനി മറിച്ചാണെങ്കിൽ അങ്ങനോട് മാപ്പ് പറയാമെന്ന് പറഞ്ഞു. ഒരിക്കലും അരുത്, അങ്ങനോട് മാപ്പ് പറയുകയും വേണ്ട. ഞാൻ ആകെ അങ്ങയെ ചോദ്യം ചെയ്തത് എന്താണ്? അങ്ങ് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പോലീസ് ജീപ്പിൽ നിന്നും ബിനീഷ് കോടിയേരിയെ ബലം പ്രയോഗിച്ച് കോടിയേരി ഇറക്കിയ ചിത്രം അങ്ങയുടെ കയ്യിലുണ്ട്, ഞാനത് വേണമെങ്കിൽ ഇപ്പൊ അയ്യപ്പദാസിന് അയച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ സ്വാഭാവികമായും എനിക്ക് ആ ചിത്രം പോലീസ് ജീപ്പിൽ നിന്ന് ഇല്ല, എന്താണ് പോലീസ് ജീപ്പിൽ നിന്ന് അങ്ങനെയാണ് പറഞ്ഞത്. പോലീസ് ജീപ്പിൽ നിന്ന്. ഇനി മറിച്ച് ഞാൻ പറഞ്ഞു അതെന്റെ സത്യാണ്, ക്ഷമിക്കുക. പോലീസ് ജീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് ബിനീഷ് കോടിയേരിയെ ഇറക്കുന്ന ചിത്രം അങ്ങയുടെ കയ്യിലുണ്ട്, അങ്ങ് അത് അവതാരകൻ അയച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനത് കാണണമെന്ന് ആവശ്യപ്പെട്ടു. സ്വാഭാവികമായി ഞാൻ ആവശ്യപ്പെടില്ലേ? അങ്ങനെ അല്ല സംഭവം എന്ന് ഞാൻ വിശദീകരിക്കുകയും ചെയ്തു. അങ്ങയുടെ ഊഴം ഇതിനിടയിൽ തന്നപ്പോ അങ്ങ് പറയുന്നത് നാളുകളിൽ അത് തെളിഞ്ഞാൽ, അങ്ങനെ അല്ലല്ലോ അങ്ങ് പറഞ്ഞത്. അങ്ങയുടെ കയ്യിൽ ആ ചിത്രം ഉണ്ടെന്നല്ലേ ഇവിടെ കൊണ്ട് ബഹുമാന്യനായ അവതാരകൻ. ഇവിടെ കൊണ്ട് ഞാൻ ഈ തർക്കം നിർത്തുന്നു. എല്ലാവരുടെയും മുൻപിൽ ഇതുണ്ട്. ഞാൻ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു, തലശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് കോടിയേരി ബഹുമാനപ്പെട്ട അവതാരകൻ ഞാൻ ഈ വിവാദം ഇവിടെ നിർത്തുന്നില്ല. കോടിയേരി ബാലകൃഷ്ണൻ തന്റെ മകനെ
പോലീസ് ചീഫിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ള വാദം ഞാൻ ആവർത്തിക്കുന്നു. ശരി. അത് സുരാജിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ശരി, ശരി, യാതൊരു തർക്കവുമില്ല. ശരി, ശരി, ശരി. ശ്രീ ഉണ്ണിത്താൻ, ഇനി അദ്ദേഹം പൂർത്തിയായിക്കോട്ടെ. ശരി ആവട്ടെ. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. അങ്ങ് എന്നെ ബോധ്യപ്പെടുത്തിയാൽ ബോധ്യപ്പെടാവുന്നതാണെങ്കിൽ ഞാൻ ബോധ്യപ്പെട്ടോളാം. അങ്ങനെ നമ്മൾ തമ്മിൽ ശണ്ട കൂടണ്ട. അങ്ങ് ഈ ചർച്ചയിൽ പറഞ്ഞത് അങ്ങയുടെ കയ്യിലുണ്ട്. ഇപ്പൊ അയ്യപ്പദാസിനെ അയക്കുമെന്ന് പറഞ്ഞു എങ്കിൽ അത് ഈ ചർച്ചയിൽ ഒന്ന് കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതല്ലേ പറഞ്ഞത്? ഒരു കാരണവശാലും ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങയെപ്പോലെ മുതിർന്ന അനുഭവപരിചയമുള്ള ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ വിദ്വേഷം വമിക്കുന്ന പ്രയോഗങ്ങൾ ആളുകൾ പ്രതീക്ഷിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങേക്ക് അങ്ങനെ വേണമെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട്. ഞാൻ ഇവിടെ ബഹുമാന്യനായ ഒറ്റ സെക്കൻഡ് ശ്രീ സ്വരാജ്, ഞാൻ ഇടപെടുന്നത് ഇപ്പോ ഈ പറഞ്ഞതിന് അനുബന്ധമായ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ താങ്കൾ ഈ പറഞ്ഞത് ഇപ്പോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്തമാണ്. അദ്ദേഹം അത് ചെയ്യട്ടെ. കാരണം ഇത് കുറെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ്. പക്ഷേ അതിന് മറുവശത്ത് ഈ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ചില കേസുകളിൽ പ്രതിയായ മകന് കിട്ടിയ സംരക്ഷണം ആ ഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. എന്റെ അറിവിലുള്ളത് ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്ന ശ്രീ ബിനീഷ് കോടിയേരി വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് SFI പ്രവർത്തകനായിരുന്നു. സമരങ്ങളിൽ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരുപാട് കേസുകൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ SFI പ്രവർത്തകർ. അപ്പം ഞങ്ങളുടെയൊക്കെ പേരിൽ എത്ര കേസുണ്ടാവും? ഈ കോൺഗ്രസ് നേതാവിന്റെ പാർട്ടി ഭരിക്കുന്ന സമയത്ത് കേരളം മുഴുവൻ ഞങ്ങളുടെ പേര് കേസായിരുന്നില്ലേ? അത്തരത്തിൽ രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി തെളിവില്ലാതെ കെട്ടിച്ചമയ്ക്കുന്ന കേസുകൾ കോടതിയിൽ നിലനിൽക്കില്ല. അത്തരം കേസുകൾ ഗവൺമെന്റ് മാറുമ്പോൾ പിൻവലിക്കുന്ന സ്ഥിതി കേരളത്തിലുണ്ട്. അതിന്റെ വിശദമായ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ വേണമെങ്കിൽ പോകാം. വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി കളവായി എടുത്ത കേസുകൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ടാവും. അതിനെ സംരക്ഷണം എന്ന് പറയുന്നത് ഞാൻ ആ നിലയിൽ മാത്രമേ കാണുന്നുള്ളൂ. അതും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും തമ്മിൽ ബന്ധമുള്ളതല്ല. ഇനി BJP നേതാവിന്റെ ചർച്ചയോട് ഞാനൊന്ന് പ്രതികരിക്കട്ടെ. അദ്ദേഹം ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം എന്തൊക്കെയോ ഒരു BJP പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന പോലെ പറയുകയാണ്. എങ്ങനെ പറയണം, എങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിനാണുള്ളത്. അത് അദ്ദേഹം തന്നെ തുടരട്ടെ. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് അത് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളൂ. ഒന്ന്, CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ച് വ്യക്തിപരമായി ഉന്നയിച്ച ഒരു ആരോപണം. ഇതുപോലൊരു ചർച്ചയിൽ അതൊക്കെ ഉചിതമാണോ? BJP നേതാവിനോട് എനിക്കുള്ള ഏറ്റവും വലിയ വിമർശനം, അദ്ദേഹത്തിന് ഇത് സ്ഥിരം ശൈലിയാണ്. ഏത് ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്താലും ആരെക്കുറിച്ചും ആരോപണം ഉന്നയിക്കും. എന്നിട്ട് അദ്ദേഹം പറയും, എനിക്ക് ഉറപ്പില്ല, ഞാൻ കേട്ടതാണ്, ഞാൻ വായിച്ചതാണ്, വേണമെങ്കിൽ ഞാൻ തിരുത്താമെന്നൊക്കെ പറയും. ഞാൻ നിങ്ങളോട് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു, ദയവായി ഒരു വ്യക്തി അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവാണെന്നതുകൊണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് അസ്വീകാര്യമാണെന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒക്കെ ആക്ഷേപങ്ങൾ ചൊരിയുന്നത് ഉചിതമല്ല. അത് നിലവാരമില്ലാത്ത രാഷ്ട്രീയമാണ്. അതേസമയം ഈ നേതാവിന്റെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, അങ്ങ് പറഞ്ഞോളൂ, അങ്ങയുടെ ഊഴം വരുമ്പോ പറഞ്ഞോളൂ. ഇപ്പോ രാഷ്ട്രീയ നേതാവായ പിതാവിന്റെ ഏതെങ്കിലും അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും അവിഹിതമായി നേടുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വിമർശിച്ചോളൂ. അതിന് പകരം അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? അത് അങ്ങ് പരിശോധിക്കണം എന്നൊറ്റ വാക്ക് മാത്രം ഞാൻ പറയുന്നു. പിന്നെ ഇവിടെ നേരത്തെ മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു സമീപനം ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് ചിലത് ഓർമ്മിപ്പിക്കാനുണ്ട്, അത് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ മകൻ കേസിൽപ്പെട്ടാൽ അച്ഛൻ മറുപടി പറയണമെന്ന സിദ്ധാന്തമാണെങ്കിൽ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഇപ്പൊ മറുപടി പറയണ്ടേ? രണിന്ദർ സിംഗിന്റെ പേരിൽ മറുപടി പറയണ്ടേ? കാർത്തി ചിദംബരം അകത്ത് പോയത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ലോ. അതിന് മറുപടി പറയേണ്ട പിതാവും പോയില്ലേ? സകുടുംബം ജയിലിൽ പോയില്ലേ? നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടോ ഈ നാട്ടിൽ, ഈ സമൂഹത്തിൽ? ഇപ്പൊ കേരളത്തിലെ തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൻ 108 ആംബുലൻസ് ഇടപാടുമായി ബന്ധപ്പെട്ട് ED അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ വരെ മരവിപ്പിച്ച് കേസെടുക്കുന്ന സാഹചര്യം വന്നു. നമ്മൾ ആരെങ്കിലും ആ കോൺഗ്രസ് നേതാവിനെ മകന്റെ ചെയ്തിയുടെ പേരിൽ വേട്ടയാടിയിട്ടുണ്ടോ ഇവിടെ? ഈ കഴിഞ്ഞ ദിവസം മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ മകനെ ED ചോദ്യം ചെയ്തു, ഇനിയും ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. പിതാവിനോട് ചോദിക്കാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിൽ ആരെങ്കിലും അത്ര ഒരു നിലപാട് സ്വീകരിച്ചോ? മുസ്ലിം ലീഗിന്റെ മുതിർന്ന ഒരു നേതാവ്, പാർലമെന്റേറിയൻ, അദ്ദേഹത്തിന്റെ മകൻ 20 സംഖ്യ കൃത്യമായി ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ സംഖ്യ പറയുന്നില്ല, വലിയൊരു സംഖ്യ തട്ടിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു കേസ് വന്നിരിക്കുന്നു. ആരെങ്കിലും ആ പിതാവിനെ വേട്ടയാടാൻ വേണ്ടി പോയിട്ടുണ്ടോ? കമൽനാഥിന്റെ മരുമകൻ രതിൻ പുരി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിലും ബാങ്ക് തട്ടിപ്പ് കേസിലും പ്രതിയായിട്ട് നിൽക്കുകയല്ലേ? അതിന് പിതാവിനോട് മറുപടി ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അശോക് ഗെഹ്ലോട്ടിന്റെ സഹോദരൻ അഗ്രേഷൻ ഗെഹ്ലോട്ടും ഫെർട്ടിലൈസർ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വരികയല്ലേ? അതിന് പിതാവ് മറുപടി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തിന് പിതാക്കൾ നിൽക്കട്ടെ, നേതാക്കന്മാരായി നിൽക്കുന്ന മാതാവും മകനും
ED കേസിൽ പ്രതിയായിട്ട് നിൽക്കല്ലേ, സകുടുംബം കോടതിയുടെ മുമ്പിൽ നിൽക്കല്ലേ. ഇതെല്ലാം നിൽക്കുമ്പോഴും നിങ്ങൾ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ, അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ല, CPM-ന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളല്ല, ആണെങ്കിൽ ഞങ്ങൾ കണിശമായും മറുപടി പറയണമായിരുന്നു. അത് ഉന്നയിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ജയ്ഷയുടെ മകന്റെ സ്വത്ത് 16,000 ഇരട്ടിയായി വർദ്ധിച്ചല്ലോ ഈ ഭരണത്തിന്റെ കീഴിൽ. അതിനെ രാഷ്ട്രീയമായി മറുപടി പറയണ്ടേ? മകൻ അച്ഛൻ ബന്ധം അവിടെ നിൽക്കട്ടെ, പറയണ്ടേ? അളവിൽ കവിഞ്ഞ കൊക്കൈൻ അവിടെ ഈ അമിത്ഷാക്കെതിരെ ആക്ഷേപങ്ങൾ ഇല്ലെന്നാണോ ശ്രീ സ്വരാജ്? അതുകൊണ്ട് അല്ല, ഞാൻ പറയുന്നത് അതൊരു ഭരണ നടപടി, ഭരണവുമായി ബന്ധപ്പെട്ട വിമർശനമാണ്. മകൻ ചെയ്ത തെറ്റ് എന്ന നിലയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിന്റെയൊന്നും പേരിൽ വേട്ടയാടൽ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ മുൻ മന്ത്രി ED ഇപ്പൊ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു ഇല്ലേ? കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു മുൻ മന്ത്രിയെ. അഴീക്കോട് MLA നമ്മുടെ മുൻപിലുണ്ടല്ലോ, മഞ്ചേശ്വരം MLA നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സർവത്ര അഴിമതിയും തട്ടിപ്പും, അത് കുടുംബാംഗങ്ങളും അച്ഛനും അമ്മയും മകനും എല്ലാവരും ഒക്കെ നടക്കുന്നു രാജ്യത്ത്. പക്ഷെ നമുക്ക് താല്പര്യം ഈ ഒരു കേസിലാണ്. അതിന്റെ രാഷ്ട്രീയത്തെ ഞങ്ങൾ വിമർശിക്കും, ഞങ്ങൾ എതിർക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങ് തുടക്കത്തിൽ ചോദിച്ച അന്വേഷണ ഏജൻസികളെ കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ഇപ്പൊ ED ആണ് ഇവിടെ പറയുന്നത്. ED അന്വേഷിക്കട്ടെ, ഞങ്ങൾ ആ നിലപാടാണല്ലോ സ്വീകരിച്ച്, അന്വേഷിക്കട്ടെ. പക്ഷെ അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന ചില ആശയക്കുഴപ്പങ്ങളും പൊരുത്തക്കേടുകളും ചർച്ച ചെയ്തു പോകും. ഒറ്റ കാര്യം കൂടി പറയാം. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ, കഴിഞ്ഞ 15 വർഷം, അപ്പൊ 2 ഗവൺമെന്റുകളുടെയും കാലമുണ്ട് കേന്ദ്രത്തിലെ, ആ 15 വർഷത്തിനിടയിൽ ED അന്വേഷിച്ച എത്ര കേസുകൾ ശിക്ഷിക്കപ്പെട്ടു എന്നറിയാമോ? അത് കൗതുകകരമാണ്. ഞാൻ മനസ്സിലാക്കുന്നു 14 കേസുകളാണ്. 15 കൊല്ലത്തിനിടയിൽ 100 കണക്കിന് കേസുകൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എടുത്തതിൽ ശിക്ഷിക്കപ്പെട്ടത് 14 കേസുകളാണ്. എന്ന് വെച്ചാൽ ബാക്കി കേസുകൾ തെളിവുകളുടെ അഭാവത്താലോ അല്ലെങ്കിൽ പലതരം താല്പര്യങ്ങളാലോ ചമയ്ക്കപ്പെട്ട കേസുകളായിരുന്നു എന്നതാണ് നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യം. ഞാൻ ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ച് പ്രവചിച്ചതല്ല, ഞാൻ ഈ ഒരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ചു.